ഹായ് എവരി വൺ, വെൽക്കം ടു ഹാപ്പീസ് ക്രാഫ്റ്റ്. ഞാനിന്ന് ഇവിടെ കാണിക്കുന്നത് ഇതുപോലുള്ള ഡയറി എങ്ങനെ ചെയ്യാമെന്നാണ്. അതിനുവേണ്ടി ഏത് പിക്ചറാണോ വേണ്ടത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കാർബൺ പേപ്പർ യൂസ് ചെയ്ത് ഇതുപോലെ സ്കെച്ച് ചെയ്തെടുക്കുക. വരക്കാൻ അറിയുന്നവർക്ക് വരച്ചെടുത്താൽ മതി. നോർമൽ ഫോട്ടോനെ എങ്ങനെ ഇതുപോലുള്ള സ്കെച്ചാക്കി മാറ്റിയെടുക്കാമെന്ന് അതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നതെന്നോ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫോട്ടോ നന്നായി സ്കെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്കെച്ച് ചെയ്തെടുത്ത ഫോട്ടോ ഒരു എംബ്രോയ്ഡറി റിങ്ങിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി 2 സ്ട്രാൻഡ് നൂലാണ് യൂസ് ചെയ്യുന്നത്. സൂചിയിൽ നൂൽ കോർത്തെടുത്തു. നേരിയ ടൈപ്പ് സൂചി തന്നെ യൂസ് ചെയ്യണം. പോർട്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം കണ്ണിൻ്റെ പോർഷനോ അല്ലെങ്കിൽ ലിപ്പിൻ്റെ പോർഷനോ ചെയ്യലാണ് നല്ലത്. ബാക്ക് സ്റ്റിച്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എല്ലാ ഭാഗവും 2 സ്ട്രാൻഡ് ഉപയോഗിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ ചെയ്യുന്നത് കോട്ടൻ്റെ മുകളിൽ കുറച്ച് ഫ്ലവേഴ്സ് ആഡ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഫ്രിക്സോൺ പെൻ യൂസ് ചെയ്താണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഫ്രിക്സോൺ പെൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാർക്ക് കളയാൻ വളരെ എളുപ്പമാണ്. ബ്രൗൺ കളർ നൂലെടുത്ത് ആദ്യം ബ്രാഞ്ചസ് തുന്നിയെടുക്കുകയാണ്. റെഡ് കളർ നൂലുപയോഗിച്ച് ഫ്ലവേഴ്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അടുത്ത സൈഡ് ഒരു കോഡ് സൈഡിൽ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. 2 സ്ട്രാൻഡ് നൂല് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഒരു കസ്റ്റമൈസ്ഡ് വർക്കാണ്. ടീച്ചർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. കുട്ടിയുടെയും ടീച്ചറുടെയും ഫോട്ടോ ആണ് ഫസ്റ്റ് തുന്നിയിട്ടുള്ളത്. ബാക്ക് സൈഡിലാണ് ഈ കോഴ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഡയറിയുടെ പുറത്തെ കട്ടിയുള്ള പേജ് ഇതുപോലെ വരച്ചെടുക്കുകയാണ്. അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് വെച്ച ക്ലോത്ത് ഡയറിയുടെ പുറത്തെ കവറിൽ ഒന്ന് പൊതിഞ്ഞെടുക്കുക. ഫ്രിക്സോൺ പെൻ ഉപയോഗിച്ച് ഡയറിയുടെ കോർണർ മാർക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫാബ്രിക് ഗ്ലൂ ഡയറിയുടെ കവറിൽ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരേപോലെ സ്പ്രെഡാക്കി കൊടുക്കുക. ഫാബ്രിക് ഗ്ലൂ അധികമാവാതെ ശ്രദ്ധിക്കണം. ഇതിൽ കുറച്ച് അധികമായിട്ടുണ്ട്. അതിനാൽ തന്നെ ക്ലോത്തിൻ്റെ നല്ല വശത്തേക്ക് കൂടി ആയിട്ടുണ്ട്. ഗ്ലൂ പുറത്തേക്ക് ആയിക്കഴിഞ്ഞാൽ അത് വേറെ തന്നെ എടുത്ത് കാണിക്കുന്നതായിരിക്കും. അതിനാൽ ഗം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടി എടുത്ത ക്ലോത്ത് കുറച്ച് കട്ടിയുള്ള ക്ലോത്ത് എടുക്കലായിരിക്കും നല്ലത്. എന്നാൽ ഗം അധികം പുറത്തേക്ക് വരില്ല. ആദ്യം നമ്മൾ പുറത്തെ ഭാഗമാണ് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഉള്ളിലുള്ള സൈഡ് വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്ത് ഗം യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ എല്ലാ സൈഡും ചെയ്തെടുക്കുക. ഇനി ഡയറിയുടെ ആദ്യത്തെ വൈറ്റ് പേജും ലാസ്റ്റിലത്തെ വൈറ്റ് പേജിലും ഗം നന്നായി സ്പ്രെഡ് ചെയ്ത് പുറത്തെ കവറിലേക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കുക. 2 സൈഡും ഇതേപോലെ ചെയ്തെടുക്കേണ്ടതാണ്. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ സ്റ്റിക്ക് ആവുകയുള്ളൂ. ഫൈനൽ ലുക്ക് ഇതാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.